ഇത് നമുക്ക് ബ്രെഡും കൊണ്ട് ഇൻസ്റ്റന്റ് ദോശ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. ഇതൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിരിക്കണം. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് 2 സ്ലൈസ് വൈറ്റ് ബ്രെഡ് വേണം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ചേർക്കുന്നത് ദോശയ്ക്ക് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ദോശയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡയും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതേൻ്റെ ദോശയാക്കാന്ന്. ഇനി ഇത് ദോശയാക്കാൻ വേണ്ടിയിട്ട് കുതിർത്തിയെടുത്തേക്കണ ഇഡ്ഡലി റൈസ് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. അരി ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് ചേർക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡ് മാറ്റേണ്ട ആവശ്യമില്ല, ഈ സൈഡും കൂടിയും ചേർക്കാം. അപ്പോൾ ദോശയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. ഈ ദോശയ്ക്ക് പുളിക്ക് ആവശ്യത്തിന് തൈര് ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. തൈര് ഞാനിവിടെ സ്പൂണിൽ ഇതേപോലെ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. നിങ്ങളതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് നിങ്ങൾ ഈ മാവിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് പുളി കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തൈര് ചേർക്കാം. ഇതിലേക്ക് ഒരു നുള്ളി ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ ഈ ബ്രെഡും തൈരും ഈ അരച്ചെടുത്തേക്കുന്ന അരിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് പകർത്തുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് മാവിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുക. ഈ ദോശമാവ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുക. ഇപ്പോൾ ദോശ ചുട്ടെടുക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരും. എപ്പോഴും ഓയിൽ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലും കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ ഒരു സമയത്തും തീ കുറച്ച് വെക്കരുത്. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതിൻ്റെ ഈ ഹോളുകളൊക്കെയും ഉള്ളിലിങ്ങനെ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ദോശ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ ദോശ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ ദോശ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയാണിത്. ഈ ദോശ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണിത്.